ആരോട് പറയാൻ, ആര് കേൾക്കാൻ? മനുഷ്യനിവിടെ ഗോൾഡിന്റെ ചാർട്ടിലൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതാ വാറ് തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സ്വീപ്പാക്കുന്നുണ്ട്. ഇനി ആൾക്കാർ വെറുതെ ഇരിക്കുമോ? എന്തായാലും സേഫസ്റ്റ് ആൻഡ് സെക്യൂർ അസറ്റ് ആയിട്ടുള്ള ഗോൾഡിലും സിൽവറിലും ക്രൂഡ് ഓയിലൊക്കെ ഇനി ആൾക്കാർ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്തായാലും ക്രാഷ് ആവും. ഇതാണ് നമ്മളെ ട്രെൻഡ്. എല്ലാവർക്കും അറിയാം, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വന്നു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് മേലോട്ട് പോകും. കാരണം ആളുകൾ എന്തെങ്കിലും പ്രശ്നം മാർക്കറ്റിൽ കണ്ടോ, നേരെ ഗോൾഡിലെ കൊണ്ടുപോയിട്ട് പൈസ മാറ്റുക. ഗോൾഡിന്റെ ഡിമാൻഡ് കൂടും, ഗോൾഡിന്റെ പ്രൈസ് എന്തായാലും ടേ 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 പറഞ്ഞ് മേലേക്ക് പോകാൻ തന്നെയുള്ളൂ ചാൻസ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഗോൾഡിൽ പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ട്രേഡേഴ്സിന്റെ വിഷമം ആരോട് പറയാനാ, ആര് കേൾക്കാനാ? ഒന്നിവിടെ നോക്ക്, ഞാൻ ഗോൾഡിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കി വരികയായിരുന്നു. നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച്. ഈ വാർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് മേലേക്ക് പോകാനാ ചാൻസ്. സീനായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ തന്നെ പറ. ഇനിയിപ്പോൾ 2-3 ദിവസം മാർക്കറ്റ് ടേ പറഞ്ഞ് മേലെ പോണ ചാർട്ടിൽ എവിടെ നിന്ന് ബൈ അടിക്കാനാ? ഇങ്ങനത്തെ ട്രേഡിംഗ് ഒന്നും ഞാൻ പഠിച്ചില്ല. പ്രോപ്പർ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ചാലും കറൻസി പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല.